ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരെല്ലാം വേഗം തന്നെ പോയി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്രിഞ്ചാൾ റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളത് എല്ലാവരും ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റോസ്റ്റിന് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്ന 4 വഴുതനങ്ങ, 2 പച്ചമുട്ട, 2 തക്കാളി, പിന്നെ ജീരകം, ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ട, പിന്നെ 2 ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ 8-10 കൊച്ചുള്ളി, പിന്നെ ഒരു ഹാഫ് സവാളയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, 4 പച്ചമുളക്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ ചൂടായി നമുക്ക് അതിലേക്ക് ആവശ്യമായ കടുക് ഇടാവേ. അപ്പോൾ ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറുകപ്പട്ട, ഗ്രാമ്പു, ജീരകം, ഏലക്ക ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി നമുക്കിടാവേ. നമുക്കിനി ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇടാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ആയി കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണേ. നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാവേ. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം, മുളക് പൊടി, ലേശം കുരുമുളക് പൊടി, അല്പം ഗരം മസാല, വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ഇടാവേ. നമുക്ക് തക്കാളി ഇടാം. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അല്പം ഉപ്പിടാം. അല്പം വെള്ളം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, അത് നമുക്കിനി ഇതിലേക്ക് ചേർക്കാം. നമ്മളിതിലേക്ക് വെള്ളം ചേർത്തു. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിനി 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലേശം നെയ്യ് എടുക്കാം. ഇത്രയും മതിയാവും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നല്ലപോലെ ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അതിന് ശേഷം നമുക്ക് ഭക്ഷണത്തിനായിട്ട് സെർവ് ചെയ്ത് വെക്കാം.
നമ്മുടെ ബ്രിഞ്ചാൾ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ വീഡിയോ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ഫുഡുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണമെന്ന് വീണ്ടും പറയുകയാണ്, കാരണം അതുപോലെ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പം ബൈ.